ശരീരം കത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോ ഞാൻ കാണാൻ പോയതാണ്. അവരെ കണ്ടിട്ട് ഞാൻ നോക്കുമ്പോ മറുഭാഗത്തുള്ള ഒരു ബെഡ് 4 സൈഡിലും തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അവിടെ എന്താണെന്ന് ഒരു സിസ്റ്ററോട് ചോദിച്ചപ്പോ അവര് പറയാണ്, ഉസ്താദേ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഒരു പെണ്ണ് പ്രേമനൈരാശ്യത്തില് കാമുകന് കൊടുക്കാതെ വാപ്പയും ഉമ്മയും വാശി പിടിച്ചപ്പോ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചതാണ്. ശരീരം കത്തിക്കരിഞ്ഞു പോയി, പക്ഷേ മരണപ്പെട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. അല്ലാഹുവേ, ആ കെട്ടിയിരിക്കുന്ന തുണിയുടെ അറ്റഭാഗത്തിലൂടെ ഞാനൊന്ന് നോക്കുമ്പോ ആ ശരീരം ഇങ്ങനെ വെന്തുരുകിയിട്ട് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. വെന്തുരുകിയിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തിരുന്ന് രക്തവും ചലവുമെല്ലാം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നുണ്ട്. ആ പ്രിയപ്പെട്ട പെണ്ണ് ബോധം നഷ്ടപ്പെട്ടെങ്ങനെ കിടക്കുന്നുണ്ട്. ബന്ധുക്കള് ചുറ്റുവട്ടത്തിരുന്ന് കരയുന്നുണ്ട്. ദുനിയാവിന്റെ തീയാണ്, നിസ്സാരമായ ദുനിയാവിന്റെ തീയാണ്. ആ തീ തന്നെ ഒരു ശരീരത്തിലേക്ക് പടരുമ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ നരകം ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കത്തിക്കരിയുമ്പോ അതിൽ നിന്ന് ഒഴുകി വരുന്ന ചലമില്ലേ, അതിൽ നിന്ന് ഒഴുകി വരുന്ന രക്തമില്ലേ, അതാണ് ഭൂലസ് എന്ന് പറയുന്ന നരകത്തിന്റെ അകത്ത്, ജയിലിന്റെ അകത്ത് കിടക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം